നന്നായിട്ട് അറിയാം. ഫിറോസ് പഠിച്ച കോളേജിൽ ഫിറോസിന് ശേഷം വന്ന് നിങ്ങളുടെ രാഷ്ട്രീയത്തെ തോൽപ്പിച്ച് തന്നെയാണ് ഞാൻ അവിടെ ജയിച്ചത്, ഞങ്ങൾ അവിടെ ജയിച്ചതും ഞങ്ങൾ അവിടെ മുന്നോട്ട് പോയത്. അതുകൊണ്ട് ഫിറോസ് ഇവിടെ പറഞ്ഞതല്ല, ഇവിടെ വിജയരാഘവൻ സഖാവ് പറഞ്ഞാലും ഞങ്ങൾ ഇടതുപക്ഷം പറഞ്ഞാലും ജമാഅത്തെ ഇസ്ലാമിയുടെ 3000 വോട്ടാണ്. അല്ല, ജമാഅത്തെ ഇസ്ലാമി മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം എന്താണ്? ഈ RSSന്റെ മറുപതിപ്പായിട്ടല്ലേ അവരുടെ രാഷ്ട്രീയം മുന്നോട്ട് വെക്കുന്നത്? നിങ്ങളുടെ സ്റ്റേറ്റ്മെന്റ് ഇല്ലേ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ? എത്ര തവണ നിങ്ങൾ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്? ഞാൻ അയക്കണോ അത്? ഈ ജമാഅത്തെ ഇസ്ലാമി കൈകാര്യം ചെയ്യുന്നത് അപകടകരമായ രാഷ്ട്രീയമാണോ, തീവ്രവാദ നിലപാടാണോ? നിങ്ങൾ പറഞ്ഞിട്ടില്ലേ? നിങ്ങളും ഷാജിയും ഒക്കെ പറഞ്ഞിട്ടില്ലേ? എന്നിട്ട് നിങ്ങൾക്ക് ഓരോ സമയത്ത് വിടുങ്ങാൻ തരത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മാറുമ്പോ അതിനനുസരിച്ച് തുള്ളാൻ ഞങ്ങളെ കിട്ടില്ല. അത് കരുതരുത് നിങ്ങൾ. ഈ വയനാട് മണ്ഡലം നിലനിൽക്കുന്ന ഏരിയകൾ പരിശോധിച്ചോ? അവിടെ മുസ്ലിം ലീഗിന് ആരൊക്കെ കൂട്ട് വേണം? നിങ്ങൾ ആർജവം ഉണ്ടെങ്കിൽ പറ. ഇനിയും തെരഞ്ഞെടുപ്പുണ്ടല്ലോ. ജമാഅത്തെ ഇസ്ലാമിയെയും SDP-യെയും കൂട്ടി ഞങ്ങൾ ഒരു തെരഞ്ഞെടുപ്പിനില്ല. കാരണം RSSന്റെ മറുഭാഗമാണോ ജമാഅത്തെ ഇസ്ലാമിയും SDP-യും എന്ന് ഞങ്ങൾ നേരത്തെ പറഞ്ഞതിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു എന്ന് നിങ്ങൾ പറ. അത് പറ. എന്നിട്ട് നിങ്ങൾ ന്യായം പറ. അത് വർഗീയതയാണ്. അവർ മുന്നോട്ട് വെക്കുന്ന വർഗീയതയാണ്. ആ വർഗീയതയെ ചെറുക്കേണ്ടതുണ്ട്. ആ വർഗീയതയെ ചൂണ്ടിക്കാണിച്ചാണ് RSS വളരുന്നത്. ജമാഅത്തെ ഇസ്ലാമി എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി രൂപീകരിച്ച കാലം തൊട്ട് ജമാഅത്തെ ഇസ്ലാമി രൂപീകരിച്ച നാൾ മുതൽ ഇന്നത്തെ ദിവസം ജമാഅത്തെ ഇസ്ലാമിക്ക് നിലപാടുണ്ട്. അത് തർക്കമില്ലല്ലോ. മുക്കം മുനിസിപ്പാലിറ്റി ജമാഅത്തെ ഇസ്ലാമി CPM ഒന്നിച്ച് ഭരിക്കുമ്പോ ഞങ്ങൾ സ്റ്റേറ്റ് അടിസ്ഥാനത്തിൽ ഒറ്റ നിലപാട് പ്രഖ്യാപിച്ചിട്ടുള്ളൂ. അത് ഒരു വർഗീയ പ്രാദേശികമായി എന്തെങ്കിലും നീക്കുപോക്കുകൾ ആരെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അല്ല, അങ്ങനെയല്ല. അല്ല, അത് ഞാൻ പറയാം. സംഘപരിവാർ രാഷ്ട്രീയത്തിലിടപെട്ട് BJP നിലപാടിന് പിന്തുണ കൊടുത്തുകൊണ്ട് ഒരു മതരാഷ്ട്രവാദമാക്കി അതിനെ ഒരു തെരഞ്ഞെടുപ്പിന് ഉപയോഗപ്പെടുത്തി കൊണ്ടുവരാൻ തുടങ്ങിയതെന്നാ ഞങ്ങൾ അന്ന് മുതൽ വളരെ കൃത്യമായി ഇവിടെ നിരീക്ഷിക്കുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് സമയങ്ങളിൽ അവരോട് പറയാനുള്ളത് പറയാറുണ്ട്. അത് ഞങ്ങൾക്ക് പിന്തുണ തന്നു, ഞങ്ങൾക്ക് പിന്തുണ തന്നില്ല എന്നുള്ള അടിസ്ഥാനത്തിലൊന്നല്ല. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഏതെങ്കിലും ഘട്ടത്തിൽ ഞങ്ങൾ അവരോട് ഇനിയും ഞങ്ങൾക്ക് അവിടെ ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ ഇപ്പോഴും മാറി വിളിച്ചാൽ അവർ വരില്ല എന്ന് തോന്നുന്നുണ്ടോ? വരും. ഞങ്ങൾ എന്താ ഈ നിലപാട് സ്വീകരിക്കാൻ കാരണം? ഇവിടെ സംഘപരിവാറിന്റെ ഒരു ഭാഗത്ത് ശക്തമായി ഹിന്ദു ധ്രുവീകരണത്തിന് ആക്കം കൂട്ടുന്ന നിലപാടുമായി മുന്നോട്ട് പോകുന്നുണ്ട്. ആ സമയത്ത് ഈ തീവ്രമായി ഈ മുസ്ലിം ചെറുപ്പക്കാരെ വൈകാരികമായി ഈ തെരുവിലിറക്കി ഇവിടെ സംഘർഷത്തിനും കലാപത്തിനും നേതൃത്വം കൊടുക്കുന്ന സാഹചര്യം ഒരുക്കുന്ന ഈ ജമാഅത്തെ ഇസ്ലാമിയെ കൂട്ടുപിടിച്ചാൽ അത് അപകടകരമാണ്. അത് സംഘപരിവാരത്തിന് സൗകര്യമൊരുക്കി കൊടുക്കലാണ് എന്ന ധാരണയ്ക്ക് അടിസ്ഥാനത്തിൽ തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. അത് മാത്രമല്ല, ഈ ജമാഅത്തെ ഇസ്ലാമി നിങ്ങളിപ്പോ പറഞ്ഞല്ലോ മുഖ്യമൊക്കെ കാശ്മീരിൽ ഞാൻ നേരത്തെ പറഞ്ഞു CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം ഉദ്ഘാമിൽ മത്സരിച്ചു മുഹമ്മദ് യൂസഫ് തരിഗാമി. അദ്ദേഹം സംഘപരിവാർ വിരുദ്ധ പോരാളിയാണ് എന്നുള്ളതിൽ ഒരു തർക്കമില്ലല്ലോ. അദ്ദേഹത്തിനെതിരെ മത്സരിച്ചത് ഒരു ജമാഅത്തെ ഇസ്ലാമിക്കാരനാണ്. അതിന് പിന്തുണ കൊടുത്തത് BJP-യാണ്. ഇത് അവരുടെ നിലപാട്. ആ നിലപാടിനെയാണ് ഞങ്ങൾ തള്ളി പറയുന്നത്. ഇവര് ഇരു വർഗീയവാദികളും ഇരു തീവ്രവാദ ചിന്താഗതിക്കാരും ഒരുപോലെയാണ്. അവരാണ് ഈ ഭരണമുള്ള വർഗീയതയും ഭരണമില്ലാത്ത വർഗീയതക്കും വ്യത്യാസമുണ്ട്, ശരി തന്നെ. പക്ഷെ ആ ഭരണമുള്ള വർഗീയതക്ക് വളരാൻ സൗകര്യം ഒരുക്കി കൊടുക്കുന്നത് ഈ ഭരണമില്ലാത്ത ചെറു ന്യൂനപക്ഷമാണെങ്കിലും ഈ വർഗീയതയാണ്. അതാണ് നമ്മൾ തിരുത്തേണ്ടത്. അതിനെതിരെ എനിക്ക് പറയാനുള്ളത്, ഫിറോസും ഷാജിയും ഒക്കെ നേരത്തെ പറഞ്ഞ നിലപാട് എത്ര പ്രതിപക്ഷത്തിരിക്കേണ്ടി വന്നാലും മാറ്റി പറയരുത് എന്നുള്ളതാണ്. നിങ്ങൾ ഇങ്ങനെ അധികാരത്തിന് വേണ്ടി നിലപാട് മാറ്റി പറയരുത്. ഈ അധികാരം സംസാരിക്കുന്ന നിലപാടിനെ പറ്റി പറയുമ്പോൾ ഞങ്ങൾ അധികാരത്തിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ കോഴമാണി എന്ന് വിളിച്ച ആളെ മാണി സാറിനെ പ്രതിമ സ്ഥാപിച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ പറയുന്നത്. ഞാൻ പറയുന്നത് ഒരു പ്രാദേശിക
ഭരിക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞു ഈ സദസ്സ് ഇവിടെ ഏറ്റവും കൂടുതൽ മൈക്കെടുത്ത് ഞാനതിൽ ഒതുങ്ങി നിന്നതാണ്. ഏറ്റവും കൂടുതൽ മൈക്കെടുത്ത് ഒരു സ്ഥിരം ശൈലി എന്ന നിലയ്ക്ക് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ഒരു മിനിറ്റ് പൂർണ്ണമായും എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നത് പിന്നെന്താ ഒരു സദസ്സിന്റെ അല്പം സമയം തന്നതാ. പിന്നെ നീട്ടി കൊണ്ടുപോകുന്നത് ഒരു മര്യാദയല്ല. ഇതൊരു ലിറ്ററേച്ചർ ഞങ്ങൾ നടത്തുന്നതാണ്. അതിലൊരു സമയത്തിന്റെ മുക്കം മുനിസിപ്പാലിറ്റിയെ പറ്റി ഞാൻ പറയാൻ പോകുന്നത് അങ്ങേക്ക് മറുപടി ഇല്ലാത്തതായതുകൊണ്ടായിരിക്കും. മുക്കം മുനിസിപ്പാലിറ്റി എന്ന് പറഞ്ഞത് പ്രാദേശികമാണ്. എന്റെ ചോദ്യം തമിഴ്നാട്ടിലെ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയുണ്ട്, രാജസ്ഥാനിലെ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയുണ്ട്. രാഷ്ട്രീയമായി പിന്തുണ മുന്നോട്ട് വെച്ച ചെറുപ്പക്കാരൊക്കെ സാക്ഷിയാക്കി പറ. ആ രാഷ്ട്രീയത്തെ കുറിച്ച് സംസാരിക്കുക. ഇവിടെ തീവ്ര നിലപാട് സ്വീകരിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയെയും SDP യെയും തള്ളി പറയാൻ ആർജവം ഒരു പടക്കവുമില്ല. രാഹുൽ, നിങ്ങളോട് പറയാനുള്ളത് എവിടെ ഒന്നും നമ്മൾ പറയാറുണ്ട്. നിങ്ങൾ ഈ ഒരു പരിപാടി ശരിയല്ല എന്ന് പറഞ്ഞു. സമയം ഒരു വാചകം